ഈ പ്രപഞ്ചത്തെ എന്തുകൊണ്ടാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അടിസ്ഥാനപരമായ ശക്തിയെ വൈദികമായ ഭാഷയിൽ ആദ്യാശക്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ആദ്യാശക്തിയിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ കാണുന്ന സമസ്ത ജീവരാശിയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ ഈ ഭൗതിക ശരീരം സ്പ്ലിറ്റ് ഡിവൈഡ് അനലൈസ് ഈ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞിരുന്നാൽ പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം എന്നുള്ളത് ഇന്ന് മോഡേൺ സയൻസ് അംഗീകരിക്കും. പണ്ടൊക്കെ ഇതിനെ കളിയാക്കി നടന്ന ആളുകളൊക്കെ ഇന്ന് ഭാരതീയ സനാതന ഋഷിമാര് പറഞ്ഞ സത്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തോളം എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ സംഗതിയാണ്. ഏതാണ്ട് 37ഓളം രാജ്യങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഈ 37 രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതലും അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അതുപോലെയുള്ള റിസർച്ച് ഓറിയന്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയകളാണ് കൂടുതലും നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 400ഓളം യജ്ഞങ്ങൾക്ക് ആചാര്യനായിട്ടിരിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഇന്ന് ഭാരതം ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാവിയിലും കൊടുക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി കൾച്ചറൽ. അതോടൊപ്പം ജീവനെ രക്ഷിക്കുന്ന ജീവോ പരമം ധർമ്മ അന്യഭവതി സമം തം പ്രവോക്ഷ ദേവ ഭവതി വിപരീത ഭവിഷ്യതി ലാലാഭക്ഷണം എന്ന് പറയുന്ന മസ്ലിക. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മൾ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറയും. പക്ഷേ ജീവോ പരമം വസ്തു, ജീവനാണ് പരമപ്രധാനമായ വസ്തു. അന്യഭവതി സമം, അതിന് സമമായിട്ട് വേറെ യാതൊന്നുമില്ല. തം പ്രവോക്ഷ ദേവാഭവതി, അവിടെ ദേവൻ അസുരൻ എന്നുള്ളതിന്റെ നിർവചനം വരിക. ജീവന്റെ തത്വത്തെ പരിപോഷിപ്പിക്കുന്നവൻ ആരാണോ അവനാണ് ദേവൻ. ദേവനം ചെയ്യുക, പ്രകാശിപ്പിക്കുക. ജീവതത്വത്തെ പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ ദേവൻ. തത് വിപരീത പ്രവിശതി ലാലാഭക്ഷൻ, അതിന് വിപരീതമായിട്ട് ജീവന്റെ തത്വത്തെ, ധർമ്മത്തിന്റെ തത്വത്തെ ആരാണോ വിപരീതമാക്കി നിന്നുകൊണ്ട് നശിപ്പിക്കുന്നത്, ജീവന് ഹാനികരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, തത് വിപരീത പ്രവിശതി ലാലാഭക്ഷൻ, അങ്ങനെ വിപരീത കർമ്മങ്ങൾ ആചരിക്കുന്നവൻ ലാലാഭക്ഷം എന്ന് പറയുന്ന നരകത്തിൽ വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവൻ ഈ പ്രപഞ്ചത്തില് എല്ലാവർക്കും തലവേദനയും സ്വയം തന്നെ തലവേദനയായി മാറുന്നു. അങ്ങനെ ജീവന്റെ തത്വത്തെ മുറുകെ പിടിക്കുവാനും ഹൃദയ വേട എന്ന് പറയുന്ന ആ രാമായണ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് മൊത്തം ശാന്തിയും സമാധാനവും ആശംസിക്കുവാനും അത് സ്വന്തം ധർമ്മത്തിലും പ്രവർത്തനങ്ങളിലും ഒളിവും ചതിവും മറയുമില്ലാതെ ആചരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുവാനും സാധിക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഭാരതം മാത്രം. നമ്മുടെ രാഷ്ട്രത്തിന് മാത്രമാണ് ഈ ഒരു മെസ്സേജ് കൃത്യമായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നത്. മറ്റു രാഷ്ട്രങ്ങൾക്ക് മൊത്തവും അവരുടെ ഇൻട്രസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഭാരതത്തിന് മാത്രമാണ് അയം നിജ പരോവേത്തി ഗണാ ലഘുജേനസ ഉദാരതരുതാനാർത്ഥി വസുധൈവ കുടുംബകം എന്ന് പറയുന്ന ആ മെസ്സേജ് കൊടുക്കുവാൻ സാധിക്കുന്നത്. വസുധൈവ കുടുംബകം, ഈ പ്രപഞ്ചം മൊത്തവും ഒറ്റ കുടുംബമാണ്, ഒറ്റ ഫാമിലി. ആ ഒരു കൺസെപ്റ്റ് ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുന്ന, ഇന്നത്തെ നിലയിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന, ഭാവിയിലും കൊടുക്കുവാൻ സാധിക്കുന്ന ഏക രാഷ്ട്രം ഭാരതം മാത്രമാണ്. ഇത് നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കണം. മാനിഷാദ ഹൃദയവേട, ഇത് രാമായണത്തിന്റെ മെസ്സേജാണ്. ഈ രാമായണത്തിന്റെ മെസ്സേജ് നമ്മൾ പറയുമ്പോൾ അത്ഭുതകരമായ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ലോകത്ത് എത്ര രാമായണങ്ങളുണ്ട്? ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളും ഞാനും പറയും, നിങ്ങളും പറഞ്ഞോളൂ. എന്തോ വേണേലും പറയാം, ഹിന്ദുക്കളല്ലേ, അപ്പൊ എന്ത് വേണേലും പറയാം. എത്ര രാമായണം ഉണ്ടെന്ന ഒരു ഏകദേശ കണക്ക് എത്ര രാമായണം ഉണ്ട്? ആർക്കറിയല്ലേ? എത്ര രാമായണങ്ങൾ? 50. എത്ര? ഹയർ വാല്യൂ വന്നു, 70 വന്നിട്ടുണ്ട്. അടുത്തത് 100. ലേലംവിളി അല്ലേ? ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. 216 രാമായണങ്ങളുണ്ട്. 216 രാമായണങ്ങളുടെയും എക്സ്ക്ലൂസീവ് കോപ്പീസ് ടെക്സ്റ്റ് കളക്ട് ചെയ്യുകയും ആ 216 രാമായണങ്ങളിലും വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കുകയും ചെയ്ത് അപാരമായ
ഒരു ഗവേഷണം നടത്തി സ്വന്തം ജീവിതം മൊത്തവും രാമായണ പഠനത്തിന് വേണ്ടി ചെലവാക്കിയിട്ട് പടിഞ്ഞാറ് ഇറാൻ ബോർഡർ വരെ സഞ്ചരിച്ച് ഇറാൻ ദേശം അവിടെ മുതൽക്ക് ജപ്പാൻ വരെ സഞ്ചരിച്ച് ഈ രാമായണങ്ങളുടെ മൊത്തം ഹാർഡ് കോപ്പീസ് എന്നിട്ട് ഇതിന്റെ മൊത്തം കണ്ടൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കി എടുത്തിട്ട് ഒരു തിസിസ് തയ്യാറാക്കി പ്രയാഗ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച് 1949 പ്രയാഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാമകഥ ഉദ്ഭവവും വികാസവും എന്ന വിഷയത്തില് ഡോക്ടറേറ്റ് നേടിയ ഒരു മനുഷ്യനുണ്ട്. ദൈവം സഹായിച്ചാണ് ഇത് ഇന്ത്യക്കാരനല്ല, ഏഷ്യക്കാരൻ പോലുമല്ല. അദ്ദേഹം ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. ബെൽജിയം. ആ മനുഷ്യൻ തയ്യാറാക്കിയ 5000 പേജുകളുള്ള രാമായണം തിസിസിന്റെ കണ്ടൻസ്ഡ് ഫോർമാറ്റാണ് ഈ പുസ്തകം. ഇത് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകമാണ്, മലയാളം. ഇതില് ആ മനുഷ്യനെ പറ്റി ഒരു നിമിഷം പറഞ്ഞു വെച്ചിരിക്കുന്ന സംഗതി ഞാൻ ആമുഖമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 1909 സെപ്റ്റംബർ 21 ബെൽജിയം എന്ന രാജ്യത്താണ് ജനനം. എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം 1930 ഈശോ സഭയിൽ ചേർന്നു. 1935 വൈദിക പ്രവർത്തനത്തിനായിട്ട് ഭാരതത്തിലെത്തി. ബെൽജിയത്തിൽ ജനിച്ച് എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ എടുത്തിട്ട് 1935 അദ്ദേഹം ഭാരതത്തിലെത്തിയത് നമ്മളെ ആരെയും എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനല്ല, ഭാരതത്തിലെ അന്നത്തെ ആളുകളെ മതം മാറ്റാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം എന്നെങ്കിലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അദ്ദേഹം ബംഗാളി പഠിക്കാൻ തുടങ്ങി. ബംഗാളി പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ആരാണ്ടോ പറഞ്ഞു, ഈ ബംഗാളി ലിമിറ്റഡ് ആണ്, ഹിന്ദി പഠിച്ചാല് ഭാരതത്തില് എല്ലായിടത്തും പോവും, ഒരുപാട് ആളുകളെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായും ഹിന്ദി പഠിക്കാൻ തുടങ്ങി. ഹിന്ദി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ തലക്കകത്തോട്ട് തുളസി രാമായണം കയറി. അങ്ങനെ തുളസി തലക്കകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദി MA പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹിന്ദി, സംസ്കൃതം ഇത് രണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായി. എന്നിട്ട് അദ്ദേഹം പ്രയാഗ സർവകലാശാലയിൽ നിന്ന് MA ഹിന്ദി, എന്നിട്ട് കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് MA സംസ്കൃതം, ഈ 2 ഡിഗ്രികളും പാസ്സായി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ബോധ്യം വന്നു, ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് രാമനിൽ നിൽക്കുന്നു, ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് ധർമ്മത്തിൽ നിൽക്കുന്നു, ഭാരതത്തിന്റെ ആത്മാവ് അപാരമായ ഒരു ലെവലിൽ നിൽക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ പറഞ്ഞു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് സംസ്കൃതവും ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ച് രാമകഥ പഠിക്കാനല്ല, ഗോപാൽ തിരിച്ച് ബെൽജിയത്തിൽ പോകാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്, ഗോൾഡൻ വേർഡ്സ്. യു ആർ ദ റിയൽ സിന്നേഴ്സ്. നിങ്ങളാണ് യഥാർത്ഥ പാപികൾ. ഇത്രയും മഹത്വമാർന്ന ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെ പിടിച്ച് മതം മാറ്റാൻ വന്നിരിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ പാപികൾ. യു ഷുഡ് ഗോ ബാക്ക്. ഞാനിവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. അവർ ഇദ്ദേഹത്തെ കട്ട് ചെയ്തു. ജീവിക്കാൻ തന്നെ മാർഗമില്ല. തെണ്ടുകയായിരുന്നു, തെണ്ടി. ഹൗസ് ടു ഹൗസ് തെണ്ടിയാണ് അടുത്ത നേരത്തെ ഭക്ഷണത്തിനുള്ള വക അദ്ദേഹം നേടിക്കൊണ്ടിരുന്നത്. നിറഞ്ഞ കണ്ണുനീരോടുകൂടെ ഇദ്ദേഹം മറ്റാളുകൾ പറയുമായിരുന്നു, ഐ ആം ബെഗിങ് ഫോർ ദ സേക്ക് ഓഫ് ഭാരത്, ഐ ആം ബെഗിങ് ഫോർ ദ സേക്ക് ഓഫ് രാമ, ഐ ആം ബെഗിങ് ഫോർ ദ സേക്ക് ഓഫ് ധർമ്മ. ധർമ്മത്തിന് വേണ്ടിയിട്ട്, രാമന് വേണ്ടിയിട്ട്, ഭാരതത്തിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത നിമിഷത്തെ ഭക്ഷണത്തിന് എനിക്ക് തെണ്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തെണ്ടി നടന്നു. അങ്ങനെ 216 രാമായണങ്ങളുടെ ഹാർഡ് കോപ്പി തയ്യാറാക്കി. അതിൽ നിന്ന് മൊത്തവും രാമകഥയുടെ ഈ ഗ്രന്ഥങ്ങൾ തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റി നല്ല ഭംഗിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ചൈനീസ് രാമായണം, കൊത്താരി രാമായണം, പേർഷ്യൻ രാമായണം, ഇങ്ങനെ ഏതാണ്ട് 74 ഭാഷകളിൽ ആയി വന്നിട്ടുള്ള 216 രാമായണങ്ങളുടെ ഹാർഡ് കോപ്പി തയ്യാറാക്കി. എന്നിട്ട് 1949 രാമകഥ ഉദ്ഭവ വികാസം എന്ന ഗവേഷണ പ്രബന്ധത്തിന് പ്രയാഗ സർവകലാശാലയിൽ നിന്ന് PhD ലഭിച്ചു. 1950 അദ്ദേഹം ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച കാമിൻ ഗുൽക്കർ എന്ന് പറയുന്ന ഈ ബെൽജിയംകാരൻ എഞ്ചിനീയർ ആയിരുന്നു. 1950 മുതൽ 77 വരെ റാഞ്ചി സെന്റ് സേവിയേഴ്സ് കോളേജിലെ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഹിന്ദി സംസ്കൃത് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഹിന്ദി, സംസ്കൃത്, ഇംഗ്ലീഷ് ഡിക്ഷണറിയുണ്ട്. അതിന് സമാനമായ ഒരു ഗ്രന്ഥം ഇനി ലോകത്ത് ആരെ കൊണ്ട് എഴുതാൻ സാധിക്കത്തില്ല. രാമകഥയെ പറ്റിയും അദ്ദേഹത്തിന്റെ ഈ പഠനത്തിന് സമാനം ഇനി ആരെ കൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് എഴുതാൻ സാധിക്കത്തില്ല. കാരണം ജീവിതം മൊത്തം ഇതിനു വേണ്ടി സമർപ്പിച്ച മഹാത്മാവ്. അത് കഴിഞ്ഞ ശേഷം 1974 കാമിൽ ഗുൽക്കയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു. 1982 ആഗസ്റ്റ് 17 അദ്ദേഹം മരിച്ചു.
എന്നിട്ട് ഈ പുസ്തകം ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് പുസ്തക രൂപത്തിൽ വന്നത്. അപ്പോഴത്തേക്ക് മറ്റു പല ഭാഷകളിൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിന് ഹെവി ഡിമാൻഡ് വന്നു. അത് കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ അഫയേഴ്സ്, അവര് ഈ പുസ്തകം 22 മെയിൻ ഫ്രെയിം ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സമറൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുത്തു. അങ്ങനെ വന്ന നോഡൽ ഏജൻസി കേരളത്തിലെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച പുസ്തകം ഒരു തവണ ഇന്ന് വായിച്ചു നോക്കണം. എന്താണ് ഭാരതത്തിന്റെ ആ ഒരു സാംസ്കാരികമായ ഇന്റഗ്രിറ്റി, ഡെപ്ത് ആൻഡ് ഗ്രേറ്റ്നെസ്, ഇത് നോക്കാൻ മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് ഞാൻ പറയുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, ഇന്ന് മാതൃപൂജയ്ക്ക് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഈ കോമ്പൗണ്ടിൽ ഒരുപാട് അല്ലാതെയുള്ള ആളുകൾ നിൽപ്പുണ്ട്. നിങ്ങളാരും ഇതുപോലെ ഒരു ഗ്രന്ഥത്തെ പറ്റി ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? അതേപോലെ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ അറിയണ്ട ഇതൊക്കെ. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനുള്ളത്. ഇത് ഏൻഷ്യന്റ് ഇന്ത്യൻ സയന്റിഫിക് തോട്ട്സ് ഫോർ ദ തേർഡ് മില്ലേനിയം എന്ന് പറയുന്നൊരു പുസ്തകം. ഇത് നമുക്കൊക്കെ അറിയുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് പബ്ലിഷ് ചെയ്തിട്ടുള്ള. ഇതിനകത്ത് ഭാരതത്തിന്റെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ കിടന്ന ഗണിതം, അതുപോലെ വൈദ്യശാസ്ത്രം, അസ്ട്രോളജി ഇതുപോലെയുള്ള സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ ഗുപ്ത ഭാഷയിൽ സൂക്ഷ്മമായിട്ട് ഏതാണ്ട് 200ഓളം ബേസിക് ആയിട്ടുള്ള സംഗതികളുടെ റെഫറൻസ് കൊടുത്തിരിക്കുക. ഇത് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണ സാറിന്റെ കൂടെ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്രയോ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് നമ്മുടെ ഈ ധർമ്മവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ നടത്തും. ഇതില് ഒരു സംഗതി മാത്രം ഞാനിപ്പോൾ പറയാം. എല്ലാം പറയുന്ന നമുക്ക് സമയം കിട്ടത്തില്ല. നമ്മള് യോഗയെ പറ്റി പറയുന്നു, മെഡിറ്റേഷനെ പറ്റി പറയുന്നു. നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്ടിവേഷനിൽ സംഭവിക്കുന്ന ഏറ്റവും ആശ്ചര്യകരമായ ഒരു അവസ്ഥയുണ്ട്. ഞാൻ ഒരു നിമിഷം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇൻ ദ യോഗ the different stages have been explained which are in full agreement with the scientific results. The common state under which the brain cells function is beta stage. നമ്മുടെ നോർമൽ ഈ ബ്രെയിൻ സെൽസിന്റെ വർക്കിംഗ് സ്റ്റേജ് ആണ് ബീറ്റ സ്റ്റേജ്. ഇവിടെ MBBS പാസ്സായ MDO MS പാസ്സായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് during when the brain produces electrical waves of frequency between 13 and 28 cycles per second CPS. എന്നിട്ട് when the person moves to the first stage of meditation, the wave number decreases to 8 to 13 CPS, which is known as the alpha stage. And then further going deep in the meditation leads to the creation of the electrical waves of frequency between 3 and 8, which is the delta stage. And the last stage is 0.5 to 3 cycles per second. This stage perhaps is explained as the samadhi stage of yoga. ഇത് ജർമ്മനിയിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സാറി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ ആ റിയൽ ഇംപ്ലിക്കേഷൻസ് എനിക്ക് അവിടെ വെച്ചാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റുകൾ, ന്യൂറോ സർജൻസ് അല്ല, ന്യൂറോ ഫിസിഷ്യൻസ് അല്ല, ന്യൂറോ സയന്റിസ്റ്റുകൾ, അവരിതിനെപ്പറ്റി നടത്തുന്ന സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ മെഡിറ്റേഷൻ ലെവൽ നമുക്ക് മെഷർ ചെയ്യാം. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ECG EEG എടുക്കാൻ കോഴ്സ് ഫിറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഫിറ്റ് ചെയ്തിട്ട് ഡീപ്പർ മെഡിറ്റേഷനിലേക്ക് പോകാൻ അവർ നമ്മളോട് പറയും. എന്നിട്ട് ആ റൂം കംപ്ലീറ്റ് അങ്ങ് അടയ്ക്കും. അതിനകത്ത് വേറെ ആരും കാണത്തില്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞിരുന്നാൽ നമ്മളുടെ ഈ മൈൻഡ് കോൺസെൻട്രേഷൻ ലെവൽസ് അവിടെ ഇങ്ങനെ ടെലിവിഷൻ ചാനലിൽ കൃത്യമായിട്ട് ആ സ്ക്രീനിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ ശേഷം അന്നേരം നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ ഇത് കഴിഞ്ഞ് കണ്ടാൽ മതി എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വന്നിട്ട് സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ എത്രമാത്രം ഡീപ്പായിട്ട് മെഡിറ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് അവര് ആ ഡേറ്റ സെക്കൻഡ് ബൈ സെക്കൻഡ് ഡേറ്റ നമ്മളെ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ധ്യാനം പരിശീലിക്കാൻ നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞത്? നമുക്ക് ഈ ആദ്യത്തെ സ്റ്റേജ് ബീറ്റ സ്റ്റേജിൽ നിന്ന് ഈ ബ്രെയിൻ കൺട്രോളിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അതില് ഗാമ അത് കഴിഞ്ഞിട്ട് അതിന്റെ ലോവർ ലെവലിൽ എത്തിയിട്ട് സമാധി സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇന്ന് സ്ട്രെസ് മാനേജ്മെന്റിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്
സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ പഠനത്തെ പറ്റി നമുക്ക് വളരെയേറെ തെറ്റിദ്ധാരണകളും നമ്മൾ പലതരം മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾ പഠിക്കുന്ന MD-MS പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇതിന്റെ ഈ പേജസ് എനിക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് തന്നത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറിയുടെ ഡയറക്ടർ ആൻഡ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സാംബശിവൻ. തന്ത്രശാസ്ത്രത്തില് എന്റെ പല ഗുരുക്കന്മാർക്കൊരാളാണ് സാംബശിവൻ സാറാണ്. ഈ തന്ത്രശാസ്ത്രത്തില് നമ്മൾ എന്തൊക്കെയാണോ തന്ത്രശാസ്ത്രത്തിലെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ സംസ്കൃത ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ ന്യൂറോൺ മോഡിഫിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് MD-ക്ക് MS-നൊക്കെ പഠിക്കുന്ന കുട്ടികള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ ചെന്നൈയിലോ ജർമ്മനിയിലോ ഒക്കെ പഠിക്കുന്ന ഡൈവേഴ്സിറ്റി ഓഫ് ന്യൂറോൺ ചേഞ്ചസ് ആണ് ഈ പറയുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ഡേറ്റ, അത്ഭുതകരമായ സംഗതികള് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എത്ര എത്ര അഗാധമായ തലത്തില് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അനാറ്റമി ആൻഡ് ഹിസ്റ്റോളജി ഓഫ് ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ധ്യാനത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കഴിയുന്ന സമയത്ത് അപാരമായ സാന്ദ്രമായ നീലനിറം എങ്ങനെയാണ് ബ്രെയിൻ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഭ്രൂമധ്യത്തിൽ ഇത് കാണാൻ സാധിക്കുന്നതെന്ന് ഇന്ന് മോസ്റ്റ് മോഡേൺ ന്യൂറോ സയന്റിസ്റ്റുകളെ കണ്ടെത്തിയിരിക്കുക. ഇത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികള് MD-MS ന്യൂറോളജി പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ പേജസ് ഇത് സാറ് എനിക്ക് കൊണ്ടുപോയിട്ട് തന്നതാണ്. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന സംസ്കൃത ശ്ലോകങ്ങളും ആ മഹാത്മാവ് പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേ കൈവച്ച് നിലവിളിച്ചു. കാരണം അത്രയ്ക്ക് ശാസ്ത്രീയമാണ് ഇത് എന്ന് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഞാൻ അമേരിക്കയിലെ ഷിക്കാഗോയില് സപ്താഹം നടത്തി കഴിഞ്ഞ ശേഷം അവിടുത്തെ നമ്മളുടെ ഭാരവാഹികളായ കുട്ടികൾ എന്നെ അവിടെ നിന്ന് ഒരു 600 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്തുണ്ട്. ആ 600 മൈൽ അകലെയുള്ളത് അത് ഫെയർഫീൽഡ്, അയോവ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. എന്നിട്ട് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ അവിടെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ 10 ദിവസം അവിടെ ഗസ്റ്റായിട്ടാണ് താമസിക്കാനുള്ള ഭാഗ്യമുണ്ട്. 6 സ്ക്വയർ മൈൽ സ്ഥലം മഹർഷി മഹേഷ് യോഗി അമേരിക്കൻ ഗവൺമെന്റിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് അവിടെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. 6 സ്ക്വയർ മൈൽ സ്ഥലം. ഈ 6 സ്ക്വയർ മൈൽ സ്ഥലത്തിനകത്താണ് മഹാഋഷി വേദിക് സിറ്റി, വൈദിക നഗരം മഹർഷി സ്ഥാപിച്ചിരിക്കുന്നത്. 6 സ്ക്വയർ മൈൽ സ്ഥലം നോക്കുക. ഇതുപോലെ സ്ഥാപത്യ വേദപ്രകാരം പണിഞ്ഞിരിക്കുന്ന 222 ബിൽഡിങ്സ് എല്ലാം നല്ലതായിട്ട് ടൗൺ പ്ലാനിങ് നടത്തിയിട്ട് ആ ബിൽഡിങ്സ് ഫേസിംഗ് ടു ദ ഈസ്റ്റ് കിഴക്കോട്ടേക്ക് ഇങ്ങനെ വരുന്നു. എന്നിട്ട് അവരുടെ മെഡിറ്റേഷൻ സെന്റർ, സ്റ്റഡി സെന്റേഴ്സ് 12 ഡോംസ് പല ഭാഗത്തായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡോം എന്ന് പറയുന്നത് അതിനകത്ത് 400 പേർക്ക് മെഡിറ്റേഷൻ നടത്താൻ പറ്റും. എയർ കണ്ടീഷൻഡ് ആണ്, സൗണ്ട് പ്രൂഫ്ഡ് ആണ്. അതിനകത്ത് 2 ലെയേഴ്സ്. ഏറ്റവും ഇന്നർ ലെയറിൽ മെഡിറ്റേഷൻ നടത്തുന്ന കുട്ടികളും അവരുടെ സീനിയർ ഫാക്കൽറ്റിയും മാത്രമേ കയറുകയുള്ളൂ. നമ്മൾ വിസിറ്റേഴ്സിനെ വെളിയിലിരിക്കാം. എന്നിട്ട് ആ ഗ്ലാസ് പാർട്ടീഷൻ ഇതിനകത്തുള്ളത് കാണാൻ സാധിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ സീനിയർ ഫാക്കൽറ്റി 19 വർഷം 21 വർഷമൊക്കെ അവിടെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഫാക്കൽറ്റി ഉണ്ട്. അവരേതാണ്ടൊരു 6 മിനിറ്റ് 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ തറയിൽ നിന്ന് പോകാനുള്ളതാണ്. യാതൊരു സപ്പോർട്ടും ഇല്ല. ഇതിങ്ങനെ പോകും. അതിന് 20-22 മണിക്കൂർ അതേ ലെവലിലിരിക്കും. ഒന്നും ആവശ്യമില്ല, വെള്ളമില്ല, ഒന്നും വേണ്ട, അങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ, അതിന്റെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ, ആ കുട്ടികളെ ഇതുപോലെ ആ യോഗി പവർ ബിൽഡപ്പ് ചെയ്തിട്ട് ഏതാണ്ട് 22 മാസം 24 മാസം ടൈം കൊണ്ട് അവരെ ഈ ലെവലിലേക്ക് ആ കുട്ടികളെ ബിൽഡപ്പ് ചെയ്തെടുക്കും. ഈ മഹാഋഷി വേദിക് സിറ്റി. എന്നിട്ട് ആ വേദിക് സിറ്റിയിലെ സർക്കുലേഷന്റെ മഹർഷി ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കറൻസി റാം എന്നാണ് ആ കറൻസിയുടെ പേര്. ഇതാണ് റാം കറൻസി. ഇത് ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. 1 റാം is equal to $20. 1 റാം is equal to $20. എന്നിട്ട് 1 റാം, 2 റാം, 5 റാം, 10 റാം ഞാൻ പറഞ്ഞിട്ട് ഈ രീതിയിൽ കൂടെ വരികയാണ്. ഇത് ഞാൻ എന്തിന് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഭാരതത്തിന് പുറത്താണ് ധർമ്മവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് നല്ലതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയില്ല. ഇനി ഞാനൊരു കുട്ടിയെ പരിചയപ്പെടുത്താം. ഇവിടെ വന്നിട്ടുള്ള ജോലിക്ക് വന്നിട്ടുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 19 വയസ്സുള്ള കുട്ടിയാണ്. പേര്
മഹമ്മൂദ് അക്രം ഫ്രം ചെന്നൈ. ഈ കുട്ടിയുടെ പ്രത്യേകത who brought the world record. സർവ ലോക റിക്കാർഡ്സും ബ്രേക്ക് ചെയ്തിരിക്കുക. He is fluent in 46 languages and can read, write and type in 400 languages. Can you believe that? ഈ കുട്ടിക്ക് 46 ലാംഗ്വേജസ് അറിയാം. എന്നിട്ട് 400 ലാംഗ്വേജസിൽ വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, ടൈപ്പ് ചെയ്യാൻ അറിയാം. ഒരു ബ്രില്യൻറ്റ് റെക്കോർഡാണിത്. ആ കുട്ടിയുടെ പേര് മഹമ്മൂദ് അക്രം, ചെന്നൈക്കാരനാണ്. എന്നിട്ട് ഈ കുട്ടി എടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ ഒരു ബിൽഡ് ചെയ്യാൻ സാധിച്ചത്, ഈ ഒരു കഴിവ് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്? His answer is nothing but meditation. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 19 വയസ്സുകാരൻ, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. മെഡിറ്റേഷൻ ഒരു നിശ്ചിത സമയം എന്താണ് ദിവസവും മെഡിറ്റേഷനിലിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞാണ് ഈ സ്കൂൾ കോളേജ് സംഗതികളൊക്കെ. ഇനി ഒരു സംഗതി കാണിക്കാം. ഇത് 105 വയസ്സുള്ള ഒരാളാണ്. 105 വയസ്സുള്ള ആളാണ്. ഇത് അദ്ദേഹത്തിന്റെ പടം നേരത്തെ വന്ന 105 വയസ്സിൽ. എന്നിട്ട് ആളുടെ പേര് ഉപേന്ദ്രൻ എന്നാണ്. ആശാരിപ്പണി ചെയ്യുന്ന ആളാണ്, തടി പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. 105 വയസ്സ്. ഇപ്പോഴും ഓടി നടന്നിട്ട് അതാത് ദിവസം കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം യോഗയുടെ ആചാര്യൻ. ഏത് യോഗാസനം ചോദിച്ചാലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. എറണാകുളം ജില്ലക്കാരൻ. എന്റെ ഫ്രണ്ട് പേജിലൊക്കെ കഴിഞ്ഞ യോഗാ ദിവസം അദ്ദേഹത്തിന്റെ ചിത്രം വന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലെയുള്ള വണ്ടർഫുൾ ഐറ്റംസ് നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവയുടെ ഒക്കെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് യോഗയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിൻ കൺട്രോൾ, ന്യൂറോൺ കൺട്രോൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഈ പൂജ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്, യു ഷുഡ് മേക്ക് യൂസ് ഓഫ് യുവർ ബ്രെയിൻ പ്രോപ്പർലി. ഈ ബ്രെയിൻ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് വേറെ എവിടെയും പോകണ്ട. ഒരു ദിവസം 15 മിനിറ്റ് തറയിൽ ഒരു ടവൽ വിരിച്ചിടുക. തറയിൽ സ്വസ്ഥമായിട്ട് ഒരു ടർക്കി ടവൽ വിരിച്ചിടുക. സ്വസ്ഥമായിട്ടിരിക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. മറ്റേ 2 ശൈത്താന്മാരെ ഓഫ് ചെയ്ത് വെക്കണം. ടെലിവിഷനും മൊബൈൽ ഫോണും ഇതിനെ രണ്ടിനെയും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതാഭാവത്തെ മനസ്സിൽ കാണുക, ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലുക. ഇവിടെ കുത്തിയിരുന്നിട്ട് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ആകെ ചെയ്യേണ്ടത് ഡീപ്പായിട്ട് മാക്സിമം നമ്മുടെ ലങ്സിൽ കൊള്ളാവുന്ന അത്ര വായു ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിനെ മാക്സിമം ടൈം നിർത്തുക. എന്നിട്ട് അതിനെ പതുക്കെ പുറത്തു വിടുക. എപ്പോൾ വരെ പുറത്തു വിടണം? അടുത്ത വായു എടുത്തില്ലെങ്കിൽ സഫോക്കേഷൻ ഫീൽ ചെയ്യും. ആ ലെവൽ വരെ വായു പുറത്തേക്ക് വിടുക. പൂരകം, കുംഭകം, രേചകം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ 3 പ്രക്രിയകൾ നിങ്ങൾക്ക് വെറും 15 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾക്ക് കുട്ടികൾക്ക്, വിശേഷിച്ചും സ്കൂൾ ഗോയിങ്, കോളേജ് ഗോയിങ് കുട്ടികൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ 30 ഡേയ്സ് നിങ്ങൾ ഇത് ചെയ്തു നോക്കും. വെറും 30 ഡേയ്സ്. അത് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചിലർക്ക് രാവിലെ പറ്റൂ, ചിലർക്ക് വൈകിട്ടേ പറ്റുള്ളൂ, ചിലർക്ക് നൈറ്റിലേ പറ്റുള്ളൂ. എപ്പോൾ വേണേലും തിരഞ്ഞെടുത്തോളൂ. ഇത് നിങ്ങൾ പാലിച്ചു നോക്കുക. 30 ഡേയ്സ് ടൈമിംഗ് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന അത്ഭുതകരമായ ചേഞ്ച്, അതിശയകരമായ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ആരോടും പറഞ്ഞു നടക്കേണ്ടതില്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ മാതൃപൂജ ഇതുപോലെയുള്ള സങ്കല്പങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ധാർമ്മികമായ പശ്ചാത്തലത്തിന്റെ ഒരു ബേസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ, ആചരണത്തിൽ കൂടെ ബിൽഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആചരണമാണ് പ്രധാനം. അജിനോതി ശാസ്ത്രാർത്ഥാൻ ആചാര സ്ഥാപനാദവി സ്വയം ആചരത്തെ യസ്തു തസ്മാത് ആചാര്യ ഉച്ചതേ. ഇത് പാലിക്കുന്നവരെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുമ്പുറത്ത് കിടക്കുന്ന പുതിയ തേങ്ങയല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന സാത്വികവും ശാസ്ത്രീയവുമായ ജീവിത ക്രമമാണ്. ആ ജീവിത ക്രമത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. ഞാൻ സെക്രട്ടേറിയറ്റിൽ 34 വർഷം വർക്ക് ചെയ്തു. എന്നിട്ട് അവസാനം വർക്ക് ചെയ്തിരുന്നത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സെക്രട്ടറി എന്ന പദവിയിൽ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂളുകളിൽ, ഹൈസ്കൂളുകളിൽ, കോളേജുകളിൽ, പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ വരുന്ന കുട്ടികളുടെ ഈ ഡ്രഗ് അബ്യൂസ്, നിരവധി തരത്തിലുള്ളതായ ഈ മയക്കുമരുന്ന് ഉപയോഗം, അതിൽ കൂടെ കുട്ടികളുടെ നാശത്തെ പറ്റിയുള്ള വളരെയേറെ പെറ്റീഷൻസ്, റിപ്പോർട്ട്സ് കൈകാര്യം ചെയ്യേണ്ട ഗതികളുണ്ടായി. നമുക്കറിയാമോ, ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടിടുന്ന അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ടിടുന്ന ദുർഗുണ പരിഹാര പാഠശാലകളിൽ അടയ്ക്കപ്പെടുന്ന കുട്ടികളിൽ 80% കൂടുതലും ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ്. അവിടെയാണ് ഞാൻ ചിന്തിച്ചത്,
ഞാൻ ഇതിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാലേക്ക് ഗവൺമെന്റ് ഓഫീസർ, സ്പെഷ്യൽ സെക്രട്ടറി. പക്ഷേ എന്റെ മനസ്സ് പടഞ്ഞു. കാരണം ഈ ഡ്രഗ് അബ്യൂസസിലൊക്കെ പെട്ടിട്ട്, കോർട്ട് കേസുകളിലൊക്കെ പെട്ടിട്ട് പിടിച്ചോണ്ട് പോകുന്ന കുടുംബങ്ങളിൽ പെടുന്നതിൽ 70% പെടുന്നതും അതിന് മുകളിലും ഹിന്ദു ഭവനങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുകളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നോ? നമ്മള് ആഹാരവും വസ്ത്രവും പാർപ്പിടവും വിനോദോപാധികളും സുരക്ഷയും മാത്രം കൊടുക്കാൻ ബന്ധപ്പെട്ടവരല്ല പേരൻസ്. നമുക്ക് വേറൊരു ബാധ്യത കൂടെ ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റാളുകളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ അവരെ സംരക്ഷിച്ചു നിർത്തിയിട്ട് അവരുടെ ജീവിതത്തെ ധാർമ്മികവും സാത്വികവുമായ ഒരു രീതിയിൽ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു നൈതികമായ ബാധ്യത, ധാർമ്മികമായ ബാധ്യത കൂടെ. അപ്പോൾ അത് രക്ഷകർത്താക്കളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ഈ ചടങ്ങ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നിട്ട് ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബുദ്ധിശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ആ ദേവതാ സങ്കല്പങ്ങളെ പറ്റിയുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നിടത്ത് ആദ്യം അമ്മയാണ് പ്രധാനം, അല്ലേ? അപ്പോൾ മാതാ പിത ഗുരു ദൈവം എന്നുള്ളതാണ് നമ്മുടെ സീക്വൻസ്. അങ്ങനെ മാതൃത്വത്തിന് അതിദിവ്യമായൊരു സങ്കല്പം നൽകിയ, ഭാവന നൽകിയ ഒരു സംസ്കാരമാണ് നമ്മളുടേത്. ഞാൻ ഇനി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇത് ഗ്രീക്ക് പുരാണ കഥാസാഗരം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഗ്രീക്ക് പുരാണ കഥാസാഗരം. ഇത് സക്കറിയ മോഴോ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പ്രീസ്റ്റ്, അദ്ദേഹം ബിഷപ്പായിരുന്നു, ക്രിസ്ത്യൻ ബിഷപ്പ്. അദ്ദേഹം എഴുതിയ പുസ്തകം. ഇത് DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകം. ഇതിനെ ആമുഖം എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ നമ്മുടെ സുകുമാർ അഴീക്കോട്. എന്നിട്ട് ഈ പുസ്തകത്തിനകത്ത് ഗ്രീക്ക് ദേവതകളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ ഗ്രീക്ക് ദേവതകളുടെ പട്ടിക കൊടുത്തിരിക്കുന്ന ഭാഗത്ത് 379 സ്ത്രീ ദേവതകൾ. ഗ്രീക്ക് ദേവത ആരാധന പദ്ധതിയിലെ 379 സ്ത്രീ ദേവതകൾ. എന്നിട്ട് 1000 പല പുരുഷ ദേവന്മാരുടെ ഓരോരുത്തരുടെയും പേരും അതും ഒക്കെ ഉണ്ട്. ഈ 379 സ്ത്രീ ദേവതകളെ ആരാധിക്കുന്ന ആ ഗ്രീക്ക് പശ്ചാത്തലമാണ് ക്രിസ്ത്യൻ ദൈവത്തിന്റെ ബേസ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്രേ ഉള്ളൂ, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന് വെളിയിലും ദേവി ആരാധന പദ്ധതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിലെ 2 സ്ട്രീംസ് ഓഫ് ക്രിയേഷൻ ആണ് മെയിൽ ഫീമെയിൽ. ഈ മെയിൽ ഫീമെയിൽ സ്ട്രീംസ് ഓഫ് ക്രിയേഷൻ കേവലം മനുഷ്യന് മാത്രമല്ല, പശുവിലായിരുന്നാലും പട്ടിയിലായിരുന്നാലും ആനയിലായിരുന്നാലും ഏത് സ്പീഷീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിരുന്നാലും ഈ മെയിൽ ഫീമെയിൽ ക്രിയേഷൻസ് വന്നിട്ടുണ്ട്. എന്തിന്? അത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയുടെ സൃഷ്ടിക്ക്, അടുത്ത തലമുറയുടെ സംരക്ഷണത്തിനും ഉപാധിയായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ വരുന്നതിൽ അത്രമാത്രം പ്രാധാന്യമാണ് മെയിൽ ഫീമെയിൽ സെഗ്രിഗേഷന് എല്ലാ സ്പീഷീസ് വൈസ് ക്രിയേഷൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഒരു യാഥാർത്ഥ്യമാണ് സ്ത്രീ പുരുഷ ലൈൻസ്. ഇത് ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട. സപ്പോസ് ആസ് ഓൺ ദിസ് ഡേറ്റ് ഈ പ്രപഞ്ചത്തിലുള്ള കംപ്ലീറ്റ് മനുഷ്യരും പുരുഷന്മാരും മാത്രമാണ്. 100 കൊല്ലം കഴിഞ്ഞ ഒരൊറ്റ മനുഷ്യൻ ഇവിടെ കാണും? കാണുമോ? ഇല്ല. ഇവിടെയുള്ള കംപ്ലീറ്റ് ഫീമെയിൽസ് ആണ്. ഒരൊറ്റ മനുഷ്യൻ 100 കൊല്ലം കഴിഞ്ഞാൽ കൂട്ടി കാണുമോ? കാണത്തില്ല. അപ്പോൾ ഒരു ഹാർമോണിയസ് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ജെൻഡേഴ്സ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ സീൻ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്ത് ഒന്നും ഒന്നിനേക്കാൾ ഇൻഫീരിയർ അല്ല, സുപ്പീരിയർ അല്ല എന്ന് പറയുന്ന ശാസ്ത്രീയമായ സത്യവും മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും ഒരു ബുദ്ധിമുട്ടും പറ്റില്ല. പറയാറുണ്ട്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇത് ചൊല്ലുന്ന ഭാഗത്ത് ആ മന്ത്രഭാഗത്ത് വരുമ്പോൾ മാതൃരൂപമാണ് പറയും, അല്ലേ? അടുത്ത മന്ത്രത്തിലേക്ക് പോകും. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ബുദ്ധിക്ക് മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. യാ ദേവി സർവരൂപേഷു ശാന്തിരൂപേണ സംസ്ഥിത. യാ ദേവി സർവരൂപേഷു. ഇങ്ങനെ 14 വിഭൂതികളോട് വർണ്ണിക്കുന്നുണ്ട്. ഈ വിഭൂതികളിൽ ഒന്ന് മാത്രമാണ് ഫീമെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന് ദിവ്യത്വം കൽപ്പിക്കുവാനും ബഹുമാനം കൽപ്പിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടും വരത്തില്ല. അതോടെ നമ്മുടെ ആചാര്യ പരമ്പരയിലേക്ക് പോയി കഴിഞ്ഞിരുന്നാൽ എത്രയോ മഹതികളായ അമ്മമാർ, എത്രയോ ധീരകളായ അമ്മമാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അമൃതാനന്ദമയ അമ്മ വരെ എത്തി നിൽക്കുന്ന എത്രയോ മഹത്വവാർത്ത വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല ശ്രദ്ധയോടുകൂടെ നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളുക. ഇത് ഗ്രേറ്റ് ടൈംസ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം വളരെ പ്രശസ്തരായ നോബൽ പ്രൈസ് വിന്നേഴ്സ്, ഏറ്റവും മനുഷ്യ കുലത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള ഏറ്റവും ഗംഭീരന്മാരായ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാര്, അതുപോലെ സാഹിത്യകാരന്മാര്, ഇവരൊക്കെ ഭാരതത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ ഒരു കമ്പൈനേഷനാണ്. സലിൽ ഗവാലി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആള്, ഈസ് എ സയന്റിസ്റ്റ് ഇൻ നാസ. യുഎസിൽ പോയ സമയത്ത് അന്നത്തെ സത്താ സ്ഥലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം വന്നിട്ട് എനിക്ക് തന്ന പുസ്തകമാണ്. ഇതിനകത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൊട്ടേഷൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. We owe a lot to the Indians who taught us how to count, without which no worthwhile scientific discovery could have been made. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. നമ്മളെ എഴുതാൻ പഠിപ്പിച്ചത് ഭാരതീയരാണ്. അതുകൊണ്ട് നമ്മൾ ഭാരതീയരോട് എക്കാലത്തും കടപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് വിമാനത്തോടെ പറയാൻ സാധിക്കുന്ന സംഗതികളാണ്. 24 centuries before Isaac Newton, the ancient Indian scripture asserted that gravitation held the universe together. The Indians developed the use of zero and negative numbers perhaps 1000 years before these concepts were even accepted in Europe. ഇതാണ് അതിന്റെ ഒരു മഹത്വം. അതുപോലെ ഈ കൗണ്ടിങ് സിസ്റ്റം അതിൽ വളരെ വളരെ മഹത്വത്തോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഏകം ദശം ശതം ചെയ്വ നിയുതം അയുതം തഥ ഇങ്ങനെ പറഞ്ഞിട്ട് ഷൺമുർ ജഗതിരാബ്ധം കോടിരദ്ഭുതമേവ. 1 ഒരു പൂജ്യം ഇട്ടാ 10, 2 പൂജ്യം ഇട്ടാ 100, 3 പൂജ്യം ഇട്ടാ 1000, ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് 20 പൂജ്യം ഇടുന്നു. ഒരു 1ന്റെ അപ്പുറം ടോട്ടൽ ഡിജിറ്റ്സ് 21. ആ സംഖ്യക്ക് ഇൻഡിവിജ്വൽ നെയിം ഉണ്ട്, കോടിരദ്ഭുതമെന്ന്. നമ്മൾ 5, 10, 1000, 10000, ലക്ഷം എന്ന് പറയുന്ന പോലെ കോടിരദ്ഭുതം വരെ 21 ഡിജിറ്റ്സ് ഉള്ള സംഖ്യയിൽ അഭിമാനമായി കളിച്ച രാഷ്ട്രമാണ് ഭാരതം. സാഹിത്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവൻ മാക്സിമം പറഞ്ഞാൽ ബില്യൺ, 10 ലക്ഷം, പിന്നെ ബില്യൺ, പിന്നെ ട്രില്യൺ. അത് കഴിഞ്ഞാൽ പിന്നെ അവന് നമ്പർ ഉണ്ടോ? ഇല്ല. അവന്റെ അമ്മയുടെ വില എന്ന് പറഞ്ഞ് 10⁻24 എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കാണ്. അതിനെ കുറച്ച് 21 ഡിജിറ്റ്സ് ഉള്ള നമ്പർ ഇട്ട് അമ്മാനമായി കളിച്ചാൽ ഒരു രാജ്യത്ത് വന്നു നിന്നിട്ടാണ് ഉണ്ടോ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാം. എനിക്ക് നിരവധി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് പ്രഭാഷണങ്ങൾ നടത്താനും അവരുടെ ഫീഡ്ബാക്ക് എടുക്കാനും ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് മാത്രമാണ് ധൈര്യമായിട്ട് അസത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിനയപൂർവ്വം പറയാൻ സാധിക്കുന്നത്. നമുക്കിത് അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും സാധിക്കണം.
മതം മൊത്തവും അന്ധവിശ്വാസമാണെന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നിർത്താം. +4 × +4 എത്രയാ? പറഞ്ഞേ. +4 × +4 എത്രയാ? പറഞ്ഞേ, എളുപ്പം പറഞ്ഞു, സമയം കളയുന്നു. +4 × +4 എത്രയാ? എത്രയാ? പറഞ്ഞേ, ഉറക്കപ്പോ. +60 അല്ലേ? -4 × -4 ചുമ്മാ മണ്ടത്തരം പറയും. -4 × -4 എങ്ങനെ +60 ആവുന്നത്? +4 × +4 is +60. ഈ -4 × -4 എങ്ങനെയാ +60 ആവുന്നത്? മുഖത്ത് നോക്കി തോന്നിയ ദിവസം പറയുന്നത് രാവിലെ വന്നിരുന്നു. പേടിക്കണ്ട കേട്ടോ, ഇത് രണ്ടും ശരിയാണ്. വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്? ബുദ്ധിയുള്ളവൻ അംഗീകരിക്കും. -4 × -4 +60. കോമൺ സെൻസ് ഉള്ളവൻ അംഗീകരിക്കാൻ പറ്റും. അന്ധവിശ്വാസം അല്ലേ? ഗണിതശാസ്ത്രത്തിന്റെ ബേസിക് അന്ധവിശ്വാസം. ഇത് എന്തിനെങ്ങനെ വെച്ചിരിക്കുന്നത് അറിയാമോ? സൈൻ റൂൾസ് ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ ടോട്ടൽ റിസൾട്ട് പോസിറ്റീവായിട്ട് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ലോജിസ്റ്റിക്സും അന്നത്തെ അൽഗോരിതംസും കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ബേസിക് ആയിട്ട് ഇതിന്റെ ഹാർഡ്വെയറിലേക്ക് പോകുമ്പോൾ ഫാദർ ബോർഡ് എന്നാണോ മദർ ബോർഡ് എന്നാണോ കമ്പ്യൂട്ടറിൽ പറയുന്നത്? മദർ ബോർഡ്. അവിടെ ഈ മാതൃത്വം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര വേണമെങ്കിലും 2 ദിവസം പറയാനുള്ള മെറ്റീരിയൽസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല. നമുക്ക് ഇന്ന് പൂജയിലേക്ക് കടക്കാം. ഈ പൂജയുടെ കാര്യങ്ങളനുസരിച്ച് നമുക്ക് നമ്മുടെ വ്യവസ്ഥകൾ ആദ്യം ചെയ്യണം. അപ്പോൾ പൂജയ്ക്കിരിക്കുന്ന കുട്ടികൾ എഴുന്നേൽക്കുക, മുതിർന്നവരെ നേരെ ഇരിക്കുക, മുതിർന്നവർ കസേരയിൽ ഇരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇരിക്കേണ്ടത് സ്വല്പം കൂടെ ഈ പായ പുറകോട്ടിക്കണം. കാരണം അവിടെ അത്തനെയാണ് പുഷ്പമൊക്കെ വെക്കണം. എന്നിട്ട് എല്ലാവർക്കും നിലവിളക്ക് വെക്കുന്നില്ല. ഈ യജ്ഞത്തിന്റെ ദീപം ഇതാണ്. ഇവിടെ മേൽശാന്തി തിരുമേനി ഇവിടെ വന്ന് ഈ ദീപം തെളിയിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ദീപത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത്. അടുത്തല്ല, നിങ്ങൾ കാരണം ഫ്രണ്ടില് പുഷ്പം വെക്കണം. നിങ്ങൾ ഇരിക്കുന്നതിന്റെ പിന്നെ ഇരിക്കുക സഫീഷ്യന്റ് സ്പേസ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇരിക്കേണ്ടത് അമ്മമാരുടെ നേരെ ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വലത് കൈ കൊണ്ട് എടുക്കാവുന്ന രീതിയിൽ പുഷ്പം വെക്കുക. ആ പുഷ്പം ഇളക്കി വെക്കണം. നിങ്ങളുടെ വലത് കൈ കൊണ്ട് എടുക്കാവുന്ന രീതിയിൽ പുഷ്പം. എന്നിട്ട് ഇടത് കൈയുടെ ഭാഗത്ത് ജലപാത്രം വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ജലപാത്രം വെക്കുക. പുഷ്പം നേരെ മുന്നിൽ വെക്കുക. സ്വല്പം റൈറ്റിലേക്ക് നിൽക്കുക. പുഷ്പം സ്വല്പം റൈറ്റിലേക്ക് വെക്കുക. എന്നിട്ട് അമ്മമാരുടെ പാദങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ഇത് അർച്ചന ചെയ്ത് സമർപ്പിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന രീതിയിൽ ജലപാത്രം വെക്കുക. എല്ലാവർക്കും ഇവിടെ നിന്ന് അക്ഷതവും തരുന്നുണ്ട്. അർച്ചനയ്ക്ക് ഞാൻ പറയാം എപ്പോൾ മുതൽ അക്ഷതം ഉപയോഗിക്കണമെന്ന്. അക്ഷതം അരി അതും ഇവിടുന്ന് തരുന്നുണ്ട്. അതോടൊപ്പം പുഷ്പത്തില് അർച്ചന തുടങ്ങുന്നു. അതായിരിക്കും അതിന്റെ ക്രമീകരണം. വലത് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ പുഷ്പം വെക്കുക. ഇടത് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ ജലപാത്രവും അവിടെ വെക്കുക. പൂജയ്ക്കിരിക്കുന്ന കുട്ടികൾ ഇവിടേക്ക് നോക്കുക. എന്നെ കാണാൻ പറ്റുമോ? എല്ലാവർക്കും കാണാൻ പറ്റുമോ? ഇങ്ങനെ അറ്റത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? എങ്ങനെ ഞാൻ സുന്ദരനാണോ? അറിയാമോ? എന്റെ സൗന്ദര്യം നോക്കാൻ നല്ല ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞേ. എങ്ങനെ പുഷ്പം എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വലത് കൈയുടെ ഈ 2 വിരലുകൊണ്ട് വേണം പുഷ്പം എടുക്കാൻ. വലത് കൈയുടെ ഈ 2 വിരലുകൊണ്ട്, വലത് കൈയുടെ മോതിര വിരലും തള്ളവിരലും കൊണ്ടും വേണം പുഷ്പം എടുക്കാൻ. അപ്പോൾ കൈ കമഴ്ത്തി പുഷ്പം എടുത്തു കഴിഞ്ഞിരുന്നാൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഹൃദയസ്ഥാനത്ത് പിടിക്കുന്നു. കൈ മലർത്തിയാണ് പിടിക്കേണ്ടത് ഹൃദയസ്ഥാനത്ത്. കാരണം സമർപ്പിക്കുന്നത് മൊത്തം ഹൃദയ പുഷ്പമാണോ എന്ന സങ്കല്പത്തില്. അപ്പോൾ കൈ കമഴ്ത്തി ഈ 2 വിരൽ കൊണ്ട് പുഷ്പം എടുക്കുന്നു. യാതൊരു കാരണവശാലും ഇങ്ങനെ പുഷ്പം എടുക്കരുത്. കാരണം ഇത് യമന്റെ വിരലാണ്. യമന്റെ വിരലെന്ന് വെച്ചിരുന്നാൽ ഈ യമന്റെ വിരൽ കൊണ്ട് പുഷ്പം എടുക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ ചെന്നാൽ കുറി തൊടാൻ പാടില്ല. ഈ യമന്റെ വിരൽ കൊണ്ട് കുറി തൊട്ടാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാം. യമനെ എന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചേക്കണേ. അപ്പം കുറച്ചങ്ങോട്ട് അവിടെ കറങ്ങാൻ നടന്നു പോയാൽ പോലെ. അപ്പൊ അതുകൊണ്ട് ഒരിടത്തും ഇത് ഈ മണ്ഡലം കാണിക്കരുത്. കുറി തൊടുമ്പോൾ എപ്പോഴും വലത് കൈയുടെ അണിവിരൽ കൊണ്ട് മാത്രമേ, മോതിരവിരൽ കൊണ്ട് മാത്രമേ തിലകം ധരിക്കാവൂ. എന്ത് ചെയ്തിരുന്നാലും അത്. അപ്പോൾ പുഷ്പം ഇങ്ങനെ എടുക്കുന്നു, പെട്ടെന്ന് തന്നെ ഹൃദയസ്ഥാനത്ത് വരുന്നു. എന്നിട്ട് വളരെ ഭക്തിയോടുകൂടെ ഡെസ്റ്റിനേഷൻ ഏതോ അവിടേക്ക് സമർപ്പിക്കുന്നു.
അപ്പൊ ഈ സൈക്ലിക്കൽ പ്രോസസ് ആയിരിക്കും അർച്ചന. അപ്പൊ ഇങ്ങനെ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതികൾ ആദ്യം മഹാസങ്കല്പം ചെയ്യുന്നു, തീർത്ഥനിർമ്മാണം. അത് കഴിഞ്ഞ ശേഷം പാദങ്ങളിലത് സമർപ്പിക്കുന്നു. അമ്മയുടെ പാദങ്ങളിൽ ആദ്യം കുഴച്ച ചന്ദനം കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും നോക്കുക. ഉണ്ടോ? ഇല്ല. ചന്ദനം തരുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ഈ വലത് കൈയിലെ വിരലുകൊണ്ട് അമ്മമാരുടെ പാദങ്ങളിൽ രണ്ടിലും ചന്ദനം തൊടിക്കണം. അത് കഴിഞ്ഞ ശേഷം കുങ്കുമവും തൊടിക്കണം. അപ്പോൾ ചന്ദനവും കുങ്കുമവും ഇവിടുന്ന് തരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മള് ദുർഗാ അഷ്ടോത്തര ശതനാമാവലി പൂർണ്ണമായിട്ടും ചൊല്ലിയിട്ട് ഈ മന്ത്രഭാഗത്തിലേക്ക് ഭാഗത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് ആദ്യം പാദങ്ങളിലെ ചന്ദനവും കുങ്കുമവും തൊഴിച്ച ശേഷം ഓരോ ആളും എഴുന്നേറ്റ് അമ്മയുടെ നെറ്റിയില് ഈ വിരലുകൊണ്ട് തന്നെ ചന്ദനവും കുങ്കുമവും തൊടിയിക്കുന്നു. എന്നിട്ട് മാല്യം ചലിപ്പിക്കുന്നു. തിരിച്ച് നമസ്കരിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങളെ ചൊല്ലിയിട്ട് അങ്ങനെ ഏറ്റത്തെ വിനയത്തോടെയും ഭക്തിയോടെയും നമ്മൾ ഈ പൂജയിലേക്ക് പങ്കെടുക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലമായ ഈ ശരീരമല്ല, നേരെ മറിച്ച് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മവസ്തുവിനെയാണ് നമ്മൾ പൂജിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അതാണ് പ്രധാനം. അതുകൊണ്ട് വളരെ ഭക്തിയോടെയും നല്ല തീവ്രമായ സങ്കല്പത്തോടെയും ഈ പൂജ ചെയ്യുക. ജീവിതത്തില് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പലരും നിങ്ങൾക്കറിയാം, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നുള്ളവരെ കൈ ഉയർത്തിയേ. ആദ്യമായിട്ടാണ്. ഓ, സന്തോഷം. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഡബിൾ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം നേരത്തെ ചെയ്തിട്ടില്ല ആളുകൾക്ക് അത് കുറച്ചറിയാം. പക്ഷെ ആദ്യമായിട്ട് ഇതിലിരിക്കുന്ന ആളുകൾ ഈ അറ്റത്തെ ശ്രദ്ധയോടെ ചെയ്യുക. പിന്നെ അച്ഛൻ തുടങ്ങി കഴിഞ്ഞിരുന്നാൽ ഇടവും വലവും നോക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പുറത്തിരിക്കുന്നത് എങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെ അത് നോക്കരുത്. നിങ്ങളുടെ മാതൃപാദങ്ങളിൽ മാത്രം ആ മാതാവ് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ജന്മം തന്ന, നിങ്ങളുടെ ശരീരത്തിന് ജന്മം തന്ന അമ്മയാണെങ്കിലും പ്രത്യക്ഷത്തിൽ പുതിയൊരു അമ്മ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ബഹുമാനത്തോടെ അങ്ങനെ അറ്റത്തെ ഭക്തിയോടെയും നല്ല സങ്കല്പത്തോടെയും ഈ പൂജ ചെയ്യുക. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സങ്കല്പത്തിന്റെ തീവ്രത, ഭക്തി, അതാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന മിച്ചം. അതുകൊണ്ട് എത്ര ഭക്തിയോടെയും ബഹുമാനത്തോടെയും പൂർണ്ണ സങ്കല്പത്തോടെയും ഈ പൂജ ചെയ്യാൻ സാധിക്കുമോ അതിനനുസരിച്ചുള്ള ഒരു അനുഭൂതി നിങ്ങൾക്ക് ഈ പൂജയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ വന്ന ആളുകൾക്കും അവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുക. തൈത്തിരീയ ഉപനിഷത്ത് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഉപനിഷത്തില് 25 വർഷം ഗുരുവിന്റെ പാദങ്ങളിൽ താമസിച്ചിട്ട് വിദ്യയൊക്കെ അഭ്യസിച്ചിട്ട് അടുത്ത ദിവസം പുറത്തേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നോ മനസ്സിലെ മനുഷ്യാസ്തി സത്യം വദ ധർമ്മം ജര സ്വാധ്യായാന്മാ പ്രമദ ആചാര്യായ പ്രിയം ധനമാകൃത്യ പ്രജാതന്തും മാ വ്യവസ്ഥേൽസി സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ. ഈ 11 സംഗതികള് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ പാലിക്കാൻ സാധിച്ചാൽ he is insulated against all other odds in human life. ആ വ്യക്തിക്ക് പിന്നീട് പെനിട്രേറ്റ് ചെയ്തിട്ട് ഒന്നിനും തകർക്കാൻ സാധിക്കത്തില്ല. അവനെ വലിയൊരു സ്പിരിച്വൽ ഇൻസുലേഷൻ സർക്കിളിനകത്തേക്ക് ആചാര്യൻ പ്രതിഷ്ഠിച്ചിട്ടാണ് വെളിയിലേക്ക് ഇറക്കിവിടുന്നത്. ഈ ഒരു സങ്കല്പമൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതിഥി ദേവോഭവ നമ്മൾ പലരും പറയുന്നുണ്ട്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ലോകൽ സെന്റൻസ് ആയിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്ന് എടുത്താന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും? നമുക്ക് മറുപടി അല്ലേ കാണിക്കല്ലേ. നമ്മുടെ ഇതിൽ ഗതികേട് ആലോചിച്ചിട്ടുണ്ട്. അതിഥി ദേവോഭവ അത് നമുക്കറിയാം. പക്ഷേ ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അറിയില്ല. പിന്നെ തൈത്തിരീയ ഉപനിഷത്തെ 11ാം അനുഭാഗം 1ാം മന്ത്രം. ഈ 1ാം മന്ത്രത്തിൽ 11 നിർദ്ദേശങ്ങളാണ്. 25 വർഷം
തന്റെ കൂടെ ജീവിച്ചിരുന്ന ശിഷ്യൻ പുറത്തേക്ക് പോകുമ്പോൾ ഗുരു കൊടുത്തു വിടുന്നത്. എന്നിട്ട് അതിൽ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട 4 കാര്യങ്ങളാണ്: മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ. വളരെ വളരെ വിശാലമാണ് ഈ സങ്കല്പങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? സ്കൂളിൽ നിന്ന് പഠിപ്പിക്കും, കോളേജിൽ നിന്ന് പഠിപ്പിക്കും. ഇതെല്ലാം വർഗീയതയാണെന്നല്ലേ പറയും. പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ നെടുന്തൂണുകളാണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമ്മെ സ്വാംശീകരിക്കാനും നമ്മെ വിപുലീകരിക്കാനും, ടു മേക്ക് us refined and polished, ഈ ഒരു കൺസെപ്റ്റ് ജീവിതത്തിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള യജ്ഞശാലകളില്, ക്ഷേത്രങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയുക, ഈ തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ ഇത്രയും ആളുകൾ ജീവിക്കും. പക്ഷെ ഇത്രയും ഭക്തന്മാരായിട്ടുള്ള ശക്തികളായിട്ടുള്ള അമ്മമാര് വന്ന് വൈകാത്തായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി ഇങ്ങനെ വർഷാവർഷം കോടിയർച്ചന നടത്തുന്ന ഏക ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ മഹത്വം. അതുകൊണ്ട് ഇവിടെ പൂജയ്ക്ക് ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ചേട്ടാ? ഇനി ഒരു 6-7 ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് ഈ അച്ഛനൊക്കെ ഇരിക്കണം. കാരണം ഇതിന്റെയൊക്കെ ഒരു സ്പിരിച്വൽ എംപവർമെന്റ് ഉണ്ട്. നമുക്കൊക്കെ ഫിസിക്കൽ എംപവർമെന്റ്, പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്നൊക്കെ പറയും. സ്പിരിച്വൽ എംപവർമെന്റ്, ആധ്യാത്മിക ശാക്തീകരണം, ഇത് നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. അതിനുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇവിടെ പൂജയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഏറ്റവും ചെറിയ കുട്ടികളെടുത്ത് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ എക്സാം തീരുന്നതിന് മുമ്പ്, തീരുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും വന്ന് ഒരു റൗണ്ടിലെങ്കിലും ഇതിൽ എടുക്കുക. നിങ്ങൾ ലളിതാ സഹസ്രനാമം കാണാതെ പഠിക്കുക. ആ ലളിതാ സഹസ്രനാമം കാണാതെ പഠിച്ചാൽ ഏതോ ഒരു ന്യൂറോണിലാണ് ഇത് ചെന്ന് വീഴുന്നത്. നിങ്ങൾ 15 മിനിറ്റ് വീട്ടിലിരുന്ന് ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആ ന്യൂറോൺ ലൈവ് ആകും. അതിന്റെ കോഡ് കംപ്ലീറ്റ് ലൈവ് ആകും. 105 ബില്യൺ ന്യൂറോൺസ് ആണ് ലൈവ് ആകുന്നത്. ഈ 105 ബില്യൺ ന്യൂറോൺസ് ലൈവ് ആയി കഴിഞ്ഞാൽ ബീറ്റ ലെവലിൽ നിന്ന് ഗാമ ലെവലിലേക്കും ആൽഫ ലെവലിലേക്കും വരുന്ന ട്രാൻസ്മിഷൻ, ബ്രെയിൻ ട്രാൻസ്മിഷൻ, ഫസ്റ്റ് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു. സെക്കൻഡ് അതിനകത്ത് കംപ്ലീറ്റ് അമൃതവർഷമാണ്. ഈ അമൃതവർഷം നടക്കുന്ന പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് മൈക്രോ കാപ്പിലറീസ് വഴി, ബ്ലഡ് വഴി ശരീരമാസകലം വ്യാപിക്കുന്നു. മന്ത്രം ജപിച്ചാൽ ശരീരത്തിനകത്ത് അമൃതവർഷം നടക്കുന്നു എന്ന് പറയുന്നതിന്റെ ശാസ്ത്രമില്ല. ഇത് ലോക പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റ് ഡോക്ടർ സാംബശിവൻ പറഞ്ഞപ്പോഴാണ് എനിക്കിതിന്റെ പ്രാധാന്യം മനസ്സിലായത്. ഇന്ന് ലോകം ഇതിനെയൊക്കെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നില്ല. നമ്മൾ ഒരു വട്ടത്തിലാണ് കളിക്കുന്നത്. ചിക്കൻ ഫ്രൈ, കിച്ചൺ ഫ്രൈ, കിച്ചൺ ഫ്രൈ, ചിക്കൻ ഫ്രൈ, കിച്ചൺ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, കിച്ചൺ ഫ്രൈ. ഇതിനപ്പുറം ലോകമില്ലെന്ന് ചിന്തിക്കുന്ന പമ്പര വ്യക്തികളും മട കഴുതകളുമായിട്ട് നമ്മൾ അസംബന്ധിച്ചിരിക്കുന്നു. ഒന്നാമത് ഞാനാണെന്ന് വെച്ചാൽ അപ്പൊ പിന്നെ വളരെ ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. ഈ ഞങ്ങള് 400 കിലോയായ ഞങ്ങളിൽ കൂടെ ഏതാണ്ട് 1.5 ലക്ഷത്തിൽ പല ആളുകളെ വെജിറ്റേറിയൻസ് ആക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്ര വലിയ മഹാഭാവി അല്ലേ? ചിന്തിക്കുക, ജീവിതത്തിന്റെ ശുദ്ധി വളരെ പ്രധാനം. ഒരു സിംഹത്തെ 10 ദിവസം പട്ടിണിക്കിടുന്നു, ഒരു ആനയും 10 ദിവസം പട്ടിണിക്കിടുന്നു. എന്നിട്ട് ഈ 11ാം ദിവസം രാവിലെ സിംഹത്തിന്റെ മുമ്പിലോട്ട് 50 മടൽ ഓല വെട്ടിയിട്ട് കൊടുക്കുന്നു. തൊടുവോ? ആനയുടെ മുന്നിലോട്ട് നിങ്ങള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി പുല്ല് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു. ആന തൊടുവോ? പാട്ടിണി കൊണ്ട് പൊലിഞ്ഞ് നാശപ്പെട്ട് നിൽക്കുക. ഇതൊന്ന് മാറ്റിയിട്ട് നോക്കി. ആന സന്തോഷത്തോടെ ഓലമടലും തിന്നും, സിംഹം ചിക്കൻ ഫ്രൈ തിന്നും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓലമടൽ കിട്ടിയാലും ചിക്കൻ ഫ്രൈ കിട്ടിയാലും തിന്നുന്ന ഒരേ ഒരു ജന്തു ഭൂമിയിലുള്ളതാണ്. വീട്ടിൽ പോയി വലിയ നിലക്കണ്ണാടി നോക്കിയാൽ മതി, അപ്പൊ ആ ജന്തുവിനെ കാണാം. ഇനി ഇത് ഫ്രീ ആണെന്ന് കൂടെ പറഞ്ഞാലോ പിന്നെ തിന്നിട്ട് അല്ലേ? നമ്മൾ എത്ര ഗതികെട്ട ജന്മങ്ങളാണ് ആലോചിച്ച് നോക്കുക. ലോകത്ത് ഒരു ജീവി പ്രകൃതി പറഞ്ഞിട്ടുള്ള ഫുഡ് റൂൾസ് വയലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ ഗുണമുണ്ട്. ഇനി ഇടത് കൈയുണ്ട് ജലപാത്രം എടുക്കുക, ഇടത് കൈയുണ്ട്. എന്നിട്ട് വലത് കൈയിലേക്ക് അല്പം തീർത്ഥം ഒഴിക്കുക. എന്നിട്ട് തിരിച്ചതാ ജലപാത്രത്തിനകത്തേക്ക് തന്നെ ഒഴിക്കുക. വീണ്ടും സ്വല്പം തീർത്ഥം എടുക്കുക വലത് കൈയില്. എന്നിട്ട് ജലപാത്രം ഇടത്തേക്ക് വെക്കുക, ജലപാത്രം ഇടതുവശത്തേക്ക് വെക്കുക. എന്നിട്ട് ഇപ്പൊ വലത് കയ്യിലിരിക്കുന്ന തീർത്ഥം നിങ്ങളുടെ ശിരസിലെ പുഷ്പത്തിലെ ചുറ്റുമൊക്കെ ആയിട്ട് തളിക്കുക. എന്നിട്ട് അങ്ങനെ നമ്മളവിടെ ശുദ്ധി എന്ന് പറയുന്ന സങ്കല്പം. ഇനി ജലപാത്രം എടുത്തിട്ട് അമ്മയുടെ പാദത്തില് 2 പാദങ്ങളിലും കുറച്ച് തീർത്ഥം തളിക്കുക, ഒഴിക്കരുത്, തളിക്കുക. എന്നിട്ട് മതി ഒരു തവണ കുളിച്ചാൽ മതി. എന്നിട്ട് ജലപാത്രം ഇടതുവശത്തേക്ക് മാറ്റി വെക്കുക. ഇനി പുഷ്പം അതിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്ന പൊടിച്ച ചന്ദനം അത് നിങ്ങൾ സ്വല്പം വലത് കൈയുടെ ഈ വിരൽ കൊണ്ട് എടുത്തിട്ട് അമ്മമാരുടെ 2 പാദങ്ങളിലും തേക്കുക.
ആദ്യം ചന്ദനം, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കുങ്കുമം തേക്കുക. എന്നിട്ട് സ്വല്പ പുഷ്പം എടുക്കുക, എടുത്തിട്ട് അത് ഹൃദയസ്ഥാനത്ത് പിടിക്കുക. എന്നിട്ട് വളരെ ബഹുമാനത്തോടെ അമ്മയുടെ പാദങ്ങളിലേക്ക് പുഷ്പം സമർപ്പിക്കുക.